ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫാത്തിഹയുടെ തഫ്സീറുമായിട്ടാണ്. നമ്മുടെ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഫാത്തിഹ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുആ ആണ് ഫാത്തിഹ എന്ന് പറയുന്നത്. നമ്മളെ 5 വക്ത നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും ഓതിപ്പോരുന്ന ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നിസ്കാരത്തിനോട് ഇഷ്ടവും ബഹുമാനവും ഒക്കെ കൂടി തുടങ്ങും. അപ്പോൾ നമുക്ക് ആദ്യം ഫാത്തിഹ ഒന്ന് പാരായണം ചെയ്യാം. ആമീൻ. ഇനി നമുക്ക് ഭാഷാർത്ഥം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി മുഴുവനും സർവ്വ ലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. അർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയും മാലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ, അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, വഴി പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ഇതിൽ നമുക്ക് തുടക്കം നോക്കാം. തുടക്കത്തിൽ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മൾ ആരോടാണ് അഭയം തേടുന്നത്? അള്ളാഹിനോട്. അള്ളാഹിനോട് തേടിയാലുള്ള ഗുണം എന്താണ്? അള്ളാഹ്ക്ക് തന്നെ എല്ലാത്തിനുള്ള കഴിവുള്ളത്. വേറെ ആരെക്കൊണ്ടും ഈ പിശാചിനെ മാറ്റി നിർത്താൻ കഴിയില്ല. അള്ളാഹ്ക്കാണ് അതിനുള്ള കഴിവുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോ പറയുന്നത്, അല്ലെ? നമ്മൾ കഴിവില്ലാത്ത ഒരാളോട് പോയി അതിന്റെ സഹായം ചോദിക്കോ? നമുക്ക് ചെയ്തു തരുന്ന കഴിവുള്ള ആളെടുത്തല്ലേ നമ്മൾ ചോദിച്ചുള്ളൂ. അപ്പൊ നമ്മൾ പറയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നോട് ഞാൻ അഭയം തേടുന്നു. എന്നിട്ട് നമ്മൾ പറയണേ, എനിക്ക് നിസ്കാരത്തിൽ ഖുശൂഇല്ല. കാരണം എന്താ? ശൈത്താന് ബുദ്ധിമുട്ടാക്ക. എന്തുകൊണ്ടാ? നമുക്ക് മനസ്സിലാവണില്ല. നമ്മൾ അള്ളാഹിനെ പറഞ്ഞാണ്ട് അതിനെ മാറ്റി നിർത്തിയിട്ടേ, അത് നമ്മളെ ഹൃദയത്തിൽ എത്തിയിട്ടില്ല. നമ്മൾ വായോണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഹൃദയത്തിൽ തന്നെ ഞാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയാണ്. അപ്പൊ എനിക്ക് പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചാലും അള്ളാഹു അത് കേട്ടു, അത് ചെയ്തു തരും. പിന്നെ നമുക്ക് ഉണ്ടാവില്ല, ശൈത്താന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരാണേലും ഏത് സമയത്ത് ഉറക്കത്തിൽ പോലും ശൈത്താന്റെ ബുദ്ധിമുട്ട് വന്നാലും ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ
ഓതിയിട്ട് വീണ്ടും പറയാണ്, "ഓ, എനിക്ക് ഈ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, ശൈത്താൻ വന്ന് കബളിപ്പിക്കും." അപ്പൊ ആ എന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. നമ്മളെ അള്ളാഹയോട് വിശ്വസിക്കണം, അത്രയും ആഴത്തിൽ വിശ്വസിക്കണം. നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് ചെയ്തു തരും. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് എല്ലാത്തിനും ഉള്ള കഴിവുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് മുതൽ നിസ്കരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അത് നമ്മൾ മനസ്സിൽ ഉറച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു രോമാഞ്ചം വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്തതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. ഇത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പരമകാരുണികനും കരുണാനിധിയും ഇത് രണ്ടും ഒന്നല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. എന്തുകൊണ്ടായിരിക്കും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു തിരുനാമത്തിൽ വരാൻ കാരണം? ഒന്നാമത്തെ കാര്യം, നമുക്ക് ചില കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും മതിയാവില്ല അല്ലെ. ഇപ്പൊ ഒരു കാര്യം അത് ഭംഗിയുണ്ട് എന്നുള്ളതിന് പകരം അത് നല്ല ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെയാണ് അള്ളാഹു പരമകാരുണികനും കരുണാനിധിയുമാണ്. അത്രയും കരുണ ഉണ്ട് അള്ളാഹ്ക്ക്. നമ്മളോട് ഒരുപാട് കാരുണ്യം കാണിക്കുന്നുണ്ട്. നമ്മൾ ഇബാദത്ത് ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു അല്ലെ. അള്ളാഹ് ചെയ്യണ്ട പറഞ്ഞത് ചെയ്തിട്ടും അള്ളാഹു ഈ തരുന്നത് എന്തേലും നിർത്തി വെക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ഇടരുത് എന്ന് പറഞ്ഞു, എന്നിട്ടും അങ്ങനെ തന്നെ ചെയ്യാം. ഇത് പറയല്ലേ എന്ന് പറഞ്ഞു, ഇങ്ങനെ കാര്യം ഹറാമാണെന്ന് പറഞ്ഞു, എന്നിട്ടും അത് പോയി ചെയ്യും. പക്ഷെ അതൊക്കെ ചെയ്തിട്ടും അള്ളാഹു നമുക്ക് ഈ എന്നാല് ഇന്ന് ഹറാമ് ചെയ്തില്ല, ഞാൻ എന്നാ ഇന്ന് എനിക്ക് തരുന്ന നിയമത്തെ അത് കട്ട് ചെയ്യട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഒരു നിയമത്തും ഇല്ല, അല്ലെങ്കിൽ ഒരു അനുഗ്രഹങ്ങളും ഞാൻ ഇന്ന് തരൂല ഇത് ഞാൻ പറഞ്ഞ അനുസരിക്കാഞ്ഞിട്ട് എന്നുള്ളത് പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാരുണ്യത്തോടെ നോക്കുകയാണ്. ശരിയാവും, അല്ലെങ്കിൽ ഇനിയും തിരിച്ചു വരും. എത്ര തെറ്റ് ചെയ്താലും എന്റെ ഉമ്മത്ത് വീണ്ടും എന്നിലേക്ക് തന്നെ വരും അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക എത്രത്തോളം അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളെ സൃഷ്ടിച്ചതിൽ തന്നെ എത്രത്തോളം കാരുണ്യം കാണിക്കും. നമ്മളെ മുസ്ലിം ആക്കി മാറ്റി അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആക്കി. ഏറ്റവും നല്ല ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമി പഠിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളായിട്ട് നമ്മളെ ചേർത്ത്, അതൊരു വലിയ കാരുണ്യമല്ല നമ്മളോട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് സകല പ്രവർത്തനത്തിലും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് 3 കാര്യങ്ങളാണ് മനുഷ്യന്മാർക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അത് നമ്മള് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, നിസ്കരിക്കുമ്പോൾ എന്ത് കാര്യം, ചെരുപ്പിടുമ്പോ മുതൽ അല്ലെ, വസ്ത്രം ഇടുമ്പോ മുതൽ, ചായ ഉണ്ടാക്കുമ്പോ, ചോറ് വിളമ്പുമ്പോ, നമ്മളെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ വിസ്മി കൊണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ഗുണങ്ങൾ. ഒന്ന്, ഒട്ടേറെ ചീത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാര് രക്ഷപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഓരോ പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും അത് അള്ളാഹുവിന്റെ നമ്മള് ബിസിനസ് എല്ലാം പറ്റാത്തതാണെങ്കിൽ ഇത് ബിസിനസ് എല്ലാം പറ്റാത്തതാണല്ലോ, അപ്പൊ അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായതുകൊണ്ടല്ലേ ബിസിനസ് എല്ലാം പറ്റാത്തത്. അപ്പൊ പിന്നെ അത് ചെയ്യണ്ട എന്ന് തോന്നിയിട്ട് മാറി നിൽക്കാൻ സാധിക്കും. അപ്പം ഈ ബിസിനസ് ഒരു ഗുണം അതാണ്. രണ്ടാമത്തെ ഗുണം,
അനുവദനീയവും ശരിയായതും നല്ലതുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നത് മൂലം മനുഷ്യന്റെ മനസ്ഥിതി ശരിയായ വാചകത്തിൽ തന്നെ തിരിയുന്നതും അവന്റെ ചലനം എപ്പോഴും ശരിയായ ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുന്നതുമാണ്. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വിജ്ഞ വെച്ച് ചെല്ലിയാൽ അതിന്റെ ബർക്കത്തും പ്രശ്നത്തൊക്കെ അള്ളാഹു ചോദിച്ചു. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം മനുഷ്യൻ അള്ളാഹുവിന്റെ നാമത്തിൽ തന്റെ കർമ്മം ആരംഭിക്കുന്നതോടെ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും അവനെ ആശ്ലേഷിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഫലം. അവന്റെ പരിശ്രമങ്ങളിൽ അള്ളാഹു ബർക്കത്തും അനുഗ്രഹവും നൽകും. പിശാചിന്റെ നശീകരണ വേളകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. തന്നിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന അടിമയെ താനും ശ്രദ്ധിക്കുക എന്നതാണ് അള്ളാഹിന്റെ സമ്പ്രദായം. ബിസ്മി ചൊല്ലുമ്പം നമുക്ക് അവോടും ബിസ്മി ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ ശല്യമില്ല. പിന്നെ നമ്മൾ പിശാചിനെ കുറ്റം പറയരുത്. കാരണം നമ്മൾ അവോടും ബിസ്മിയും ചൊല്ലി നിസ്കരിക്കാൻ നിൽക്കുമ്പോ തന്നെ അപ്പം നമുക്ക് പിശാചിൽ നിന്നും കാവലിനെ കിട്ടി അല്ലെ. ഇനി അടുത്ത ആയിട്ട് നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ് സ്തുതി മുഴുവനും ഇല്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിലാണ്. ആലമീൻ സർവ ലോക പരിപാലകന്. സർവ ലോകത്തിനുമുള്ള റബ്ബിലാണ് നമ്മൾ സ്തുതി മുഴുവനും. ഈ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കാരത്തിൽ അൽഹംദുലില്ലാ പറയുമല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സമയത്തൊന്ന് ആലോചിക്കാം, നമ്മൾ എന്തിനൊക്കെ അൽഹംദുലില്ലാ പറയേണ്ടി വരും. നമ്മളിപ്പോ ഒരു കാര്യത്തിന് നന്ദി പറയണം, നന്ദി പറയുകയാണെങ്കിൽ നമ്മളെ ലൈഫിൽ എന്തിനൊക്കെ നന്ദി പറയേണ്ടി വരും. കാണുന്നതിന്, കേൾക്കുന്നതിന്, ചിരിക്കുന്നതിന്, നടക്കുന്നതിന്, ഇരിക്കുന്നതിന്, ഭക്ഷണം കഴിക്കുന്നതിന്, നമ്മൾ ശ്വാസം എടുക്കുന്നതിന്. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഇതൊക്കെ അള്ളാന്റെ കാര്യം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നേ. എന്ത് തെറ്റ് ചെയ്താലും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അള്ളാഹു ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മള് എല്ലാത്തിനും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ മനസ്സറിഞ്ഞ് പറയാം. നമുക്ക് ഇന്ന് കിട്ടിയ അനുഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എണീറ്റത്, നമുക്ക് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്, ഇത് പഠിച്ചത്, നമ്മൾ ഖുർആനിലേക്ക് എത്തിയത് ഒക്കെ നമുക്കുള്ള അനുഗ്രഹങ്ങളാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഉള്ള ബുദ്ധിമുട്ട് എത്രത്തോളമായിരിക്കും അല്ലെ? നമ്മളെ ചെറുവിരലിന്റെ തുഞ്ചത്തൊരു മുറിവായാൽ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടും. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കണക്കെടുത്താൽ തീരൂല, അത്രയും കൂടുതൽ. നമ്മള് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാവുന്നു സർവസ്തുതി, അല്ലെങ്കിൽ സ്തുതി മുഴുവൻ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാവുന്നു അൽഹംദുലില്ലാ, നന്ദി അല്ലെ. ഒന്ന് ഓർത്ത് നോക്കാം, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും അൽഹംദുലില്ലാ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയാണ്. നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയാണ്. അർ റഹ്മാനി റഹീം, നേരത്തെ പറഞ്ഞ പോലെ പരമകാരുണ്യനും കരുണാനിധിയും മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം സൂറത്തുൽ ഫാത്തിഹ തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാണല്ലോ. അപ്പം നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിനെ വാഴ്ത്തണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് പറയണം. അതിനുശേഷമാണ് മാന്യമായ രീതിയിൽ പ്രാർത്ഥന ആരംഭിക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ഈ ഒരു സുഹൃത്തു കൂടി. ആദ്യമായിട്ട് പ്രാർത്ഥന പഠിക്കുകയാണ് ഈ ഒരു സുഹൃത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്.
അപ്പൊ അവരെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള മര്യാദ. ആദ്യം ശൈത്താനെ തൊട്ട് അകറ്റി നിർത്താൻ പറഞ്ഞു. പിന്നെ കാരണവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങാൻ പറഞ്ഞു. അപ്പം അള്ളാഹു കാരണവാനും കരുണാനിധിയും ആണെന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് നന്ദി പറയാം. നമുക്ക് എന്ത് കാര്യം തന്നതും അള്ളാഹു ആണ്. എല്ലാത്തിന്റെ ഉറവിടം അള്ളാഹു ആണ്. ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചതല്ലാത്ത ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ പറയാൻ തുടങ്ങിയാല് നമുക്ക് ഒരു നിസ്കാരത്തിൽ മുഴുനീളം അൽഹംദുലില്ലാ മാത്രം പറഞ്ഞാലും തീരൂല, അത്രയും കൂടുതലാണ്. അപ്പൊ നമ്മള് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനി റഹീം മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനും പരമകാരുണികനും കരുണാനിധിയും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിന് സർവസ്തുതി. എന്താണ് ഈ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥന് അറിയോ? പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നമ്മളെ ഈ മഹ്ശറയിലെ നമുക്ക് പ്രതിഫലം കിട്ടൂലെ, പ്രതിഫലം തരൂലെ. അപ്പം ആ ഒരു പ്രതിഫലം തരാന് അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ, വേറെ ആർക്കും കഴിവില്ല. നമ്മളിപ്പോ ഈ നിസ്കരിച്ചാലും അത് പ്രതിഫലം തരാനുള്ള കഴിവായിരിക്കാണ് അള്ളാഹ്ക്കാണ്. അവൻ പ്രതിഫലം തരുന്ന അള്ളാഹിനെ സ്തുതിച്ചാലല്ലേ നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ. അതായത് കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമായ മനുഷ്യ തലമുറകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അവരുടെ ഐഹിക ജീവിത പ്രവർത്തനങ്ങളെ കുറിച്ച് വിചാരണ നടത്തപ്പെടുകയും ഓരോ വ്യക്തിക്കും തന്റെ കർമ്മത്തിനൊത്ത പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ അല്ലേ. അള്ളാഹുവിന്റെ സ്ത്രോത്രം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പരമദയാലുവെന്നും കരുണാവാരിയെന്നും വിശേഷിപ്പിച്ച ശേഷം പ്രതിഫല ദിവസത്തിന് അധിപൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു വസ്തുത വ്യക്തമാവുന്നുണ്ട്. അള്ളാഹു കരുണ ചെയ്യുന്നവൻ മാത്രമല്ല, ന്യായാധിപൻ കൂടിയാണ്. സർവാധികാരിയായ ന്യായാധിപൻ അല്ലെ. കരുണ ചെയ്യുന്ന മാത്രമല്ല, സ്ട്രോങ്ങുമാണ്. അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവന്റെ പ്രതിഫലത്തെയോ ശിക്ഷയെയോ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കൂല. ആ ഒരു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനെ ആയ അള്ളാഹു എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്രതിഫല ദിവസത്തെ ഓർമ്മ വരും അല്ലേ. അവന്റെ പരിപാലനത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം അവനെ സ്നേഹിക്കുക മാത്രമല്ല, അവൻ ന്യായാധിപനും നീതിപാലകനും ആണെന്ന കാരണത്താൽ അവനെ ഭയപ്പെടുകയും ചെയ്യണം. നമ്മുടെ ഗുണകരമോ ദോഷകരമോ ആയ പര്യവസാനം തികച്ചും അവന്റെ അധീനത്തിലാണെന്ന ബോധവും വേണം. നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒക്കെയും അവസാനം ആരുടെ അടുത്തായിത്തന്നെ അള്ളാന്റെ അടുത്താണ്. അപ്പൊ ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ആയത്ത് ഓതുന്നത്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിന്. ഇനി അടുത്തത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു. ആ എന്തുകൊണ്ടാണ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു? നമ്മളെ ഒരു കഴിവില്ലാത്ത ഒരാളോട് പോയി കണ്ട് സഹായം ചെയ്തു. നമുക്കിപ്പോ രണ്ട് അയൽവാസികൾ ഉണ്ടെങ്കിൽ ഒരാള് തരാൻ കഴിവുണ്ട്, തരാനുള്ള മനസ്സുണ്ട്, അടുത്ത ആള് തരാനുള്ള കഴിവില്ല, മനസ്സുണ്ട്. നമ്മൾ ആരോടാ പോയി ചോദിക്കുക? കഴിവും മനസ്സും ഉള്ള ആളോടല്ലേ പോയി ചോദിക്കുക. അതുപോലെ എന്ത് ചോദിച്ചാലും, എന്ത് സഹായം ചോദിച്ചാലും, നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ നമ്മൾക്ക് ആവശ്യങ്ങളുണ്ടോ, നമ്മളെ ഇഹലോകത്തും പരലോകത്തുമായിട്ട് എന്തൊക്കെ ആവശ്യങ്ങൾ നിറവേറാനുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ മാറ്റാനുണ്ടോ,
ഇതെല്ലാം നമ്മള് അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത്. കാരണം എന്താ, അള്ളാഹ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും അല്ലെ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇങ്ങനെ ഒരു ദുആ പറഞ്ഞു തന്നതാരാ? അള്ളാഹു. നിങ്ങൾ എന്നോട് ഇങ്ങനെ ദുആ ചെയ്യും അല്ലെ. ഖുർആനിലൂടെ അള്ളാഹ് പറയണേ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ദുആ ചെയ്യണം. എങ്ങനെ? ആദ്യം നിങ്ങളെ ശൈത്താനെ തൊട്ട് അകറ്റി നിർത്താൻ പറയണം. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അടുത്തതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? എന്റെ പേരിൽ അള്ളാഹ് പറയണം, എന്റെ പേരിൽ നിങ്ങൾ തുടങ്ങണം ഒരു കാര്യം, ഒരു നല്ല കാര്യം എന്റെ പേരിൽ തുടങ്ങണം. ഞാൻ എന്താണ്? ഞാൻ റഹ്മാനും റഹീമുമാണ് അല്ലെ. റഹ്മാനും റഹീമും മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമാണ്, കാരുണ്യവാനുമാണ്. പക്ഷെങ്കിൽ ഞാന് ചീത്തത് ചെയ്യാന്ന് വെച്ചാല്, പറ്റാത്തത് ചെയ്താല് ഞാൻ ശിക്ഷിക്കാനും മടിക്കൂല. അള്ളാഹ് നമ്മളോട് പറയാണ്, നമ്മള് സ്വന്തം വാക്കിൽ ഇരിക്കുകയാണ് ചെയ്താണ് ഉദ്ദേശം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് അള്ളാന്റെ വാക്കിൽ പറയാന്ന് വെച്ചാല്, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുക. അതല്ലേ ഖുർആൻ അള്ളാന്റെ വാക്കല്ലേ. അപ്പൊ നമ്മൾ ആ രീതിയിൽ എടുത്തു നോക്കൂ. അള്ളാഹ് പറയണേ, എന്നെ മാത്രം ആരാധിക്കുക, എന്നോട് മാത്രം സഹായം തേടി, എന്നോട് ചോദിച്ചോളേ, എന്നെ ആരാധിച്ചോളി, എന്നോട് ചോദിച്ചോളി, ഞാൻ തരാൻ തയ്യാറാണ് അല്ലെ. അടുത്തതായിട്ട്, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. ഏതാണ് ഈ നേർമാർഗം? നേർമാർഗത്തിൽ ചേർന്നവർ ആരൊക്കെയാണെന്നറിയാം? അമ്പിയാക്കള്, ഔലിയാക്കള്, ഉലമാക്കള്, അതുപോലെ നബിമാര്, അങ്ങനെ സ്വർഗത്തിൽ കടക്കുന്നവരാണ് നേർമാർഗത്തിൽ ചേർന്നവര്. അല്ലാതെ ഒരുപാട് പണം ഉണ്ടായവര്, അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുള്ളവര്, ഒരുപാട് ഭംഗിയുള്ളവര്, ആ രീതിയിലൊന്നും അല്ല അള്ളാഹ് പറഞ്ഞത്. ഞങ്ങളെ നേർമാർഗത്തിൽ ചേർക്കണമെന്ന് ഉദ്ദേശിച്ചത് നേരായ വഴിയിൽ, അള്ളാഹ് പറഞ്ഞ നേരായ വഴിയിൽ നടന്ന് സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെയും ചേർക്കണേ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മളെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മള് കണ്ണടച്ചാണ്ടൊന്ന് ഓർത്ത് വെക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മള് നേരായ മാർഗത്തിൽ ചേർത്തിട്ട് നമ്മൾ ആ നേർവഴിയിലുള്ളവരുടെ കൂടെ പോകുന്നതൊന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് സങ്കല്പിച്ച് നോക്കും. നമ്മള് സ്വർഗത്തില് ഒരുപാട് അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെയും സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ പുറകില് നമ്മളും സ്വർഗത്തിലേക്ക് പോവുക. കാരണം എന്താ? അവരൊക്കെ നേരായ വഴിയിലൂടെ പോയവരാണ്, നേരായ മാർഗത്തിൽ ചേർന്നവരാണ്. അതിലേക്ക് നമ്മളെയും ചേർക്കാനാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ, അള്ളാഹു നമ്മളെ ചേർത്തി കഴിഞ്ഞാൽ നമ്മളും അവരെ വഴിയിൽ അങ്ങനെ പുറകില് പോവാണ് സ്വർഗത്തിലേക്ക്. എന്ത് നല്ല കാഴ്ചയായിരിക്കും. ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കും അല്ലെ. ഇനി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോ ഇതായിരിക്കണം മനസ്സിലേക്ക് വരേണ്ടത്. നമ്മളെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എനിക്ക് തരണേ, നേരായ മാർഗം ഞങ്ങൾക്ക് തരണേ എന്നാണ്. മുസ്തഖീങ്ങളെ മാർഗം തരണേ. ഇനി ആര് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർഗത്തെ ഓർക്കുക. സ്വർഗത്തിലേക്ക് പോവാനുള്ള മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ. അത് ആ മാർഗമാണ് ഇവിടെ നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്, ഹലാലായ മാർഗം, സുന്നത്തിന്റെ മാർഗം. ആ വഴി തന്നെ നമ്മളിപ്പം സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നിലൂടെ പോയാല് ഒരു റോഡ് നേരെ പോകുന്നുണ്ട്, എന്നിട്ട് അത് രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്നിലൂടെ പോയാല് നരകത്തേക്ക് എത്തും, ഒന്നിലൂടെ പോയാൽ സ്വർഗത്തേക്ക് എത്തും. ഇപ്പൊ നമ്മൾ ഏതിലേക്കാ തിരിയണ്ടേ? സ്വർഗത്തേക്കാണ്. അപ്പം നമ്മൾ അള്ളാഹിനെ പറയാം, അള്ളാഹുവെ ഞങ്ങളെ സ്വർഗത്തേക്കുള്ള വഴി തിരിക്കണേ. കാരണം എന്താ? അവിടെയാണ് വിജയിച്ചവരെ വഴി അല്ലെ. രക്ഷപ്പെട്ടവരുടെ വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പം ഈ അമ്പിയാക്കളെ ഔലിയാക്കളെ അവരെ വഴി കൂടി തന്നെ നമ്മൾ നടന്നു പോവുക. പുറത്ത് പല രീതിയിലുള്ള ആളുകളും ഉണ്ടാവും.
ഇഹലോകത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവര് അവരെ വഴിയിലൂടെ പോവാന്ന് വെച്ചാല് അപ്പുറം നേരൊക്കെയുണ്ട്. ഓക്കെ, അങ്ങോട്ട് പോവാം. അപ്പൊ ഇനി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുമ്പോ മനസ്സിൽ വെക്കണം, ഞാൻ ഇന്ന സ്വർഗത്തിക്കുള്ള നേരായ മാർഗത്തിൽ ചിന്തിച്ച് ചേർക്കണേന്ന് ദുആ ചെയ്യണ്ട, ഇന്ന സ്വർഗത്തിക്കുള്ള വഴിക്ക് ചേർക്കണേന്ന് പറഞ്ഞാൽ മതി. അത് രണ്ടും ഒന്നാണ്. ഇന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുപോകണേന്ന് ദുആ ചെയ്താൽ മതി. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അത് അനുഗ്രഹിച്ചവരുടെ അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, അൻഅംത അലൈഹിം അനുഗ്രഹിച്ചവരുടെ മാർഗം ആണ് സ്വർഗം. അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരല്ലേ സ്വർഗത്തേക്ക് പോവാ. അപ്പൊ അവരെ മാർഗത്തിലേക്ക് ആക്കണേന്നാണ് നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത്. അങ്ങനെ അള്ളാഹു ആ വഴി കാട്ടിത്തരും. പക്ഷെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മള് ശൈത്താന്റെ വഴിയിലേക്ക് തിരിയോ? എനിക്കറിയില്ല, തിരിയാൻ പാടുണ്ടോ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. കോപത്തിന് ഇരയായവര് ആരാണ്? യഹൂദരെയാണ് ഉദ്ദേശിച്ചത് എന്നാ പറയുന്നത്. ജൂതന്മാരെ. അവര് കോപത്തിന് ഇരയായവരാണ്. പിഴച്ചു പോയത് ആരാണ്? ക്രിസ്ത്യൻസ്. പക്ഷെ ഇത് രണ്ടും അന്ന് പിന്നെ ഒരുപാട് പേര് അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായിട്ടുണ്ട്. ഖുർആൻ തന്നെ അള്ളാഹു കോപിക്കുന്ന വേറെയും കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒന്നും ചുരുക്കി പറഞ്ഞാല് നരകത്തിലേക്ക് പോകുന്നവരുടെ വഴിയിലേക്ക് ആക്കരുതേ, ആ മാർഗത്തിലേക്ക് ആക്കരുതേ, സ്വർഗത്തേക്ക് പോകുന്നവരുടെ മാർഗത്തിലേക്ക് ആക്കണേ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ഇനി സിറാത്തൽ ലദീന, ഇതിനൊന്നും അങ്ങനെ ഇതേ അർത്ഥം മനസ്സിൽ വെക്കണമെന്നില്ല, നമ്മളെ മനസ്സിൽ വന്നാൽ മതി. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് എന്നെ ആക്കണേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ കോപത്തിന് ഇരയായവരുടെയും പിഴച്ചു പോയവരുടെയും മാർഗത്തിലല്ല. അത് രണ്ടും ഞങ്ങൾക്ക് വേണ്ട. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വേണമെങ്കിൽ ഇതൊന്ന് കേൾക്കണം, എന്നിട്ട് മനസ്സിൽ ഉറപ്പിക്കാം. ബിസ്മില്ലാഹി, ഇനി ഞാൻ ഓതുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുന്നു, അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് മുഴുവനും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിനാണ് നമ്മൾ സ്തുതി മുഴുവനും കൊടുക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെ മാർഗത്തിലുമല്ല. ഇനി നമുക്ക് ഖുർആന് ജേണൽ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. ഈ ഒരു സൂറത്തിലെ മെയിൻ തീം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്തുതി, മഹത്വം, കാരുണ്യം ഇതെല്ലാം കാണിക്കുന്നതാണ്. അതുപോലെ ഇഹലോകവും പരലോകവും നിയന്ത്രിക്കുന്ന ഏകാധിപനായ അള്ളാഹു എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നുണ്ട്.
ആരാധനയും സഹായവും അള്ളാഹുവിനോട് മാത്രമാണെന്നുള്ളത്, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിദായത്ത് പ്രാർത്ഥന ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹിദായത്തിന്റെ നേരായ വഴിയിലേക്ക് നയിക്കണേ എന്നുള്ള പ്രാർത്ഥന. പിന്നെ വിരുദ്ധ വഴികള്, തെറ്റായ വഴികൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടും നമ്മൾ ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കോപമേറ്റവർ, പിഴച്ചുപോയവർ, അവരുടെ മാർഗത്തിലേക്കൊന്നും അവരുടെ വഴിയിലേക്കൊന്നും നമ്മളെ ആക്കരുതേ എന്നുള്ള ദുആകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ സ്വഹാബികളിൽ ഒരാളുടെ രോഗത്തിന് സൂറത്തുൽ ഫാത്തിഹ ഓതിയപ്പം സുഖം പ്രാപിച്ചതായിട്ട് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൂറത്തിൽ ഉൾപ്പെടുന്ന ദുആ എന്ന് പറഞ്ഞത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ വഴിയിലേക്ക് നടത്തണേ എന്നുള്ളതാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ദുആ. ഈ ഒരു സൂറത്തില്, ഈ സൂറത്തിലെ അള്ളാഹുവിന്റെ പേരുകളും ഗുണങ്ങളും. അള്ളാഹുവിന്റെ പേര് ഒന്നാമത്തത് അള്ളാഹു, പരിപൂർണ ആരാധനയ്ക്ക് അർഹനായ അള്ളാഹു. പിന്നെ ഉള്ളത് അർ-റഹ്മാൻ അർ-റഹീം, പരമകാരുണികൻ കരുണാനിധി. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ്, സർവ്വ ലോകങ്ങളുടെ രക്ഷിതാവ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇനി ഗുണങ്ങൾ നോക്കാം. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണെന്ന് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിലും ആവർത്തിക്കേണ്ടത് ആയതിനാൽ ആരാധനയുടെ ഹൃദയം അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഹൃദയം എന്നും ഈ സൂറത്തിനെ അറിയപ്പെടുന്നുണ്ട്. ഷിഫ നൽകുന്നത് അഥവാ രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ളത് എന്നും ഈ സൂറത്തിന്റെ ഗുണമാണ്. ഹൃദയത്തിന് സമാധാനവും സ്നേഹവും പ്രത്യാശയും ഒക്കെ നൽകുന്ന ഒരു സൂറത്താണ് ഇത്. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് അള്ളാഹിനെ പറയണേ, അള്ളാഹുവേ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നത്. അല്ലെ, നമ്മളെല്ലാ കാര്യവും അള്ളാഹിനോട് പറഞ്ഞിട്ട് അള്ളാഹിനോട് സഹായം ചോദിക്കാൻ പറ്റും. ഒരു കാര്യം നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാത്തതായിട്ടില്ല, അള്ളാഹു അറിയാത്തതായിട്ട് നമ്മളെ ലൈഫിൽ ഒന്നുമില്ല. ഏത് 8 റൂമിന്റെ ഉള്ളിൽ ആണെങ്കിലും അള്ളാഹു അത് കേൾക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹ് പറയണേ നിങ്ങളെ കഅബ ഷരീഫിന്റെ അവിടെ വന്നാണ്ട് പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞാല് എത്ര ബുദ്ധിമുട്ടാവുമായിരുന്നു നമുക്ക്, അല്ലെ? അപ്പൊ അള്ളാഹിന്റെ കാരണല്ലേ, എവിടെ നിന്ന് ഏത് 8 റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്നോട് ചോദിച്ചാലും ഞാൻ കേട്ടോളാം, ഞാൻ മറുപടി തരാന്ന് പറഞ്ഞത് അള്ളാഹ് നമ്മോട് ചെയ്ത കാരണല്ലേ. ഇനി ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങള്, ജീവിതം മുഴുവനും അള്ളാഹുവിനെ ആശ്രയിക്കണം. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും നമ്മൾ ആദ്യം സഹായം തേടേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം. ആരാധനയും സഹായവും മനുഷ്യനെ സ്വയം ഒന്നും അല്ല എന്നുള്ള ബോധം വേണം എപ്പോഴും, അല്ലെ? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും അധിപന്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. അള്ളാഹുവാണ് നമ്മളെ നേർവഴിയിലാക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ തെറ്റായ വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. നമുക്കൊരു കഴിവുമില്ല, നമ്മളൊന്നുമല്ല, ഒക്കെ അള്ളാന്റെ കഴിവാണ്. അത് അള്ളാഹ് തന്നെ ഈ സൂറത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. നേരായ വഴി എന്ന് പറയുന്നതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. വഴി തെറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷയും നഷ്ടവും. അള്ളാഹു നമ്മെ തൊട്ട് കാക്കട്ടെ, വഴി തെറ്റുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അതാണ് നമ്മൾ അവസാനം ആമീൻ പറയുന്നത്. അള്ളാഹുവെ ഞങ്ങളെ നേരായ വഴിയിലേക്ക് ആക്കണേ. കോപത്തിനിരയായവരുടെയും പിഴച്ചു പോയവരുടെ മാർഗത്തിലല്ല, ആരെ മാർഗത്തില? അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നേരായ വഴിയിലാക്കണേ, അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കണേ. കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെ മാർഗത്തിലല്ല, അല്ലെ? ഓരോ നിസ്കാരം വ്യക്തിപരമായിട്ടുള്ള പ്രതിഫലനം പറയുകയാണെങ്കിൽ
ഓരോ നിസ്കാരത്തിൽ ഓതുമ്പോൾ അള്ളാഹു എന്റെ ജീവിതത്തിലെ ഗൈഡായി നിന്നിരിക്കുന്നു. സഹായം ചോദിക്കുമ്പോൾ ജീവിതത്തിലെ സ്ട്രെസ്, ലക്ഷ്യങ്ങള്, ഹിഫുള്, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ കരുണയിൽ വിടുന്നു. ഇത് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. അള്ളാഹുവെ, എന്നെ, എന്റെ കുടുംബത്തെയും എന്റെ വിദ്യാർത്ഥികളെയും പ്രിയപ്പെട്ടവരെയും എല്ലാ മുസ്ലിങ്ങളെയും എല്ലാം നേരായ വഴിയിൽ നടത്തണേ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൗർബല്യങ്ങളെയും എട്ടുകളെയും നീക്കി ഹിദായത്തും കരുണയും നിറയ്ക്കണമേ. നമുക്ക് ഇതിലൂടെ ഇൻസ്പയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ദുആ ആണത്. ഇനി നമ്മളെ ലൈഫിൽ ഈ ഒരു സൂറത്ത് എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താന്ന് നോക്കാം. എല്ലാ നിസ്കാരത്തിലും അർത്ഥം ചിന്തിച്ച് ഓതുക. അപ്പം ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു അർത്ഥം. ഇനി നമുക്കുള്ള അത് ചിന്തിക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അപ്പൊ നമ്മളെ ഷെയ്ത്താനി വരുമ്പോ തന്നെ മനസ്സിലാക്കാം ആ ഷെയ്ത്താൻ എന്നുള്ള കാവലിനെ പേരാണ്. ബിസ്മില്ലാഹി ബിസ്മി. അപ്പം അള്ളാഹുവിന്റെ പേരിൽ ഞാൻ തുടങ്ങുന്നു. അപ്പൊ റഹ്മാൻ റഹീമുമായ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ സ്തുതി മുഴുവനും അല്ലെങ്കിൽ അൽഹംദുലില്ലാ മുഴുവനും റബ്ബുൽ ആലമീൻ ആണ്. അർ റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ, മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലെങ്കിൽ പ്രതിഫലം തരാനുള്ള അള്ളാഹുവിനാണ് എന്റെ സ്തുതി മുഴുവനും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു ഇബാദത്ത്, നഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ അല്ലെ, ഇയ്യാക നിന്നോട് മാത്രം, നസ്തഈൻ സഹായം തേടുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ ആരാധിച്ചിട്ട് നിന്നോട് തന്നെ സഹായം തരാം. നിന്നെ ആരാധിച്ചിട്ട് വേറെ എവിടെയും പോയി സഹായം തരില്ല, അല്ലെങ്കിൽ വേറുള്ളവരെ ആരാധിച്ച് നിന്നോട് സഹായം തരില്ല. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ ഇന്നെ നേർവഴിയിലാക്കണേ. അഥവാ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. നേർമാർഗം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചവരുടെ വഴി. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, കോപത്തിന് ഇരയായവരുടെയും പിഴച്ചു പോയവരുടെയും മാർഗത്തിലാക്കരുതേ. ആമീൻ. ഇത് എല്ലാ നിസ്കാരത്തിലും അർത്ഥം ചിന്തിച്ച് ഓതുക. 3 തവണ ദിവസവും ദുആ ചെയ്യാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേർവഴിയിലാക്കണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേർവഴിയിലാക്കണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേർവഴിയിലാക്കണേ. എന്നും രാവിലെയും വൈകുന്നേരം 3 തവണ വീതം ഓതുക. നമ്മൾ അള്ളാഹു നേർവഴിയിലാക്കിട്ടൊക്കെ അള്ളാഹ് പറഞ്ഞ ദുആ അല്ലേ നമ്മൾ ഓതുന്നത് അല്ലെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ നമുക്ക് എന്നും ഇത് ഓതാനും പ്രാർത്ഥിക്കാനും ഉള്ള. ആമീൻ. ജീവിത തീരുമാനങ്ങളിൽ ഇത് നേരായ വഴിയോ എന്ന് പരിശോധിക്കാം. നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ ലൈഫിൽ എന്തിനും ബിസ്മി ചൊല്ലി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ബിസ്മി ചൊല്ലാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ 2 വട്ടം ചിന്തിക്കണം എന്നുള്ളേ. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും നമുക്ക് എല്ലാ കാര്യത്തിലും. ബിസ്മി എണീക്കുമ്പോൾ ബിസ്മി ചൊല്ലാം. രോഗമോ മാനസിക സംഘർഷമോ വന്നാൽ ഫാത്തിഹ ഷിഫാക്ക് വേണ്ടി ഓതാം. അള്ളാഹുവിന്റെ ഗുണനാമങ്ങൾ ദിവസേന ഓരോ പേര് ജീവിതത്തിൽ ബന്ധിപ്പിക്കാം. ഞാൻ നേരത്തെ നാമങ്ങൾ പറഞ്ഞു. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു ദിവസം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തി ആണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് അർത്ഥം ഇനി ഫാത്തിഹന്റെ അർത്ഥം അറിയാതിരിക്കരുത് എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും അത് ഓതിയിട്ടുണ്ട്. അപ്പോ ഇന്നു മുതൽ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും നിങ്ങളെ ഫാത്തിഹന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിന്റെ മുമ്പേ ഫ്രീ ഖുർആൻ ഹിഫ്ള് ക്ലാസ് ഉണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഹിഫ്ള് ക്ലാസ് എന്നുള്ളതിലുപരി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരുമിച്ച്, സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല, ഒരുമിച്ച് എല്ലാവർക്കും കൂടി
ഹിഫുവാക്കാൻ അല്ലെങ്കിൽ ഹിഫുവാക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായിട്ട്. അപ്പോൾ അതിന്റെ വാട്സപ്പ് ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഞാൻ കമന്റ് ബോക്സിൽ തരാം. ഓക്കെ, ഇൻഷാല്ലാ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ജസാക്കല്ലാഹു ഖൈറൻ.